സ്പൈസ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ മഷ്റൂം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം മഷ്റൂം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട്. ബട്ടൺ മഷ്റൂമോ ഓയിസ്റ്റർ മഷ്റൂമോ ഏതാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം. ഞാനിവിടെ ബട്ടൺ മഷ്റൂമാണ് ഇപ്പോൾ എടുക്കുന്നത്. ചെറിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും ഓയിൽ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത്. ഫ്രഷ് ആയിട്ടുള്ള ചേർത്ത ഗ്രേവിക്ക് കുറച്ചുകൂടെ സ്വാദ് കൂടും. മീഡിയം വലിപ്പമുള്ള ഒരു സവാള ചോപ്പ് ചെയ്തെടുത്താണ്, ഇതേപോലെ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്താണിത്. 2 മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തോ അല്ലെങ്കിൽ പേസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഗ്രേവി എന്തായാലും കുക്ക് ചെയ്ത ശേഷം അരയ്ക്കുന്നത് കൊണ്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. 10 കാഷ്യൂ നട്ട് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചതാണിത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ സോൾട്ട്. നമ്മൾ നേരത്തെ എടുത്ത 1/2 ടീസ്പൂൺ സോൾട്ട് മഷ്റൂം ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 1/2 കപ്പ് ഫ്രഷ് ക്രീം, 3 ടീസ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തി നമ്മുടെ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡുകളിലെല്ലാം, പ്രത്യേകിച്ച് ബട്ടർ മഷ്റൂം, ബട്ടർ ചിക്കൻ, അത് ബട്ടർ പനീർ, ഇതിലെല്ലാം ഏറ്റവും അധികം ചേർക്കുന്ന ഒരു സാധനമാണിത്. വളരെ പെട്ടെന്ന് ഇനി ഇതെങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് മുമ്പ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ബട്ടറും ഓയിലും ചേർത്ത് അതൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഒന്ന് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ മാറ്റി വെച്ചാൽ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇരുന്നൊന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗണായി ഇതിൽ വെള്ളമെല്ലാം നന്നായി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് പാൻ ഒന്ന് ചൂടായ വെള്ളമൊക്കെ കളഞ്ഞു വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത് രണ്ടും ചേർത്ത് ഇതൊന്ന് ചൂടായി വരുന്നത് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സവാള ചേർത്ത് കൂടെ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയ ജീരകം ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സവാള ഏകദേശം കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ അതിൻ്റെ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായി ഇളക്കി തക്കാളി ഒന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ചേർത്ത് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക.
വീണ്ടും ഒരു 1-2 മിനിറ്റ് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കുക. ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ട് വന്നാൽ അതിലേക്ക് മിക്സിയിൽ അരച്ചെടുത്ത മിക്സർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് ചൂടായി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ചേർക്കുന്ന ഉപ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ സോൾട്ടഡ് ബട്ടർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ഉപ്പിൻ്റെ അളവ് പറഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് സ്പൈസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഏകദേശം 5-6 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ആ പൊടികളുടെ പച്ചമണമെല്ലാം മാറണം. 3-4 മിനിറ്റ് ശേഷം ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം ചേർത്ത ശേഷം 1-2 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചില്ല 1/2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കസൂരി മേത്തി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് കൂടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി കുക്കായി അതിൻ്റെ സ്മെല്ലെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ആവുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഗ്രേവി ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടിരിക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനെന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടർ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ക്രീമും അതേപോലെ ഒരു ചെറിയൊരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പാസ്ലിയോ അതേപോലെ തന്നെ കൊറിയൻഡറോ എന്തെങ്കിലും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള വേർഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത തവണ മഷ്റൂമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. അതേപോലെ ഇതുപോലെ മറ്റുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.